നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? 2015. എന്തിനു പകരമായിട്ടാണ് 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പ്ലാനിംഗ് കമ്മീഷൻ. നീതി ആയോഗിലെ നീതി എന്നത് എന്തിൻ്റെ ചുരുക്കപ്പേരാണ്? ആൻസർ ഓപ്ഷൻ ബി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ സ്വഭാവം എന്താണ്? ഓപ്ഷൻ സി, നയ ചിന്താവേദി അഥവാ തിങ്ക് ടാങ്ക്. നീതി ആയോഗ് ഏത് തരത്തിലുള്ള സമീപനം പ്രോത്സാഹിപ്പിക്കുന്നു? ഓപ്ഷൻ ബി, ബോട്ടം ടു അപ്പ്. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി, വികസന നയം രൂപപ്പെടുത്തൽ. നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ആരെയാണ് ഉൾപ്പെടുത്തുന്നത്? ബി, മുഖ്യമന്ത്രിമാർ. നീതി ആയോഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡൽഹി. നീതി ആയോഗ് ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു? നേരിട്ട് പ്രധാനമന്ത്രിയുടെ കീഴിൽ. തന്നിരിക്കുന്നതിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. നീതി ആയോഗ് 2015 സ്ഥാപിതമായി. 2. ഇത് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നു. 3. ഇത് ഫണ്ട് വിതരണം ചെയ്യുന്നു. ആൻസർ 1ഉം 2ഉം മാത്രം. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വികസനം, കോപ്പറേറ്റീവ് ഫെഡറലിസം, സംസ്ഥാനങ്ങളെ പിരിച്ചുവിടൽ. ഓപ്ഷൻ 1ഉം 2ഉം മാത്രം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? SDG ഇൻഡെക്സ് പുറത്തിറക്കുന്നു. എയർടെൽ ഇന്നോവേഷൻ മിഷൻ നടത്തുന്നു. ആൻസർ 1ഉം 2ഉം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, സുപ്രീം കോർട്ട്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാനങ്ങൾ പോളിസി മേക്കിങ്ങിൽ പങ്കാളികളാണ്. കേന്ദ്ര സർക്കാർ മാത്രം തീരുമാനിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ, ടോപ്പ് ടു ഡൗൺ, നീതി ആയോഗ്, ബോട്ടം ടു അപ്പ്. ശരി ഉത്തരം സി, ഇവ രണ്ടും. നീതി ആയോഗ് പ്രോത്സാഹിപ്പിക്കുന്നത് ഏത് തരം ഫെഡറലിസമാണ്? ആൻസർ ഓപ്ഷൻ സി, ബോത്ത്. തന്നിരിക്കുന്നതിൽ നീതി ആയോഗിൻ്റെ 7 പില്ലേഴ്സിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, അക്കൗണ്ടബിലിറ്റി. തന്നിരിക്കുന്നതിൽ നീതി ആയോഗിൻ്റെ 7 പില്ലേഴ്സിൽ ഉൾപ്പെടുന്ന ശരിയായ കൂട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രോ പീപ്പിൾ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. നീതി ആയോഗിൻ്റെ CEO-യെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി.